വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുന്നത്. എവിടെ വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പള്ളി നഗറിലെ ദിണ്ടികളിലാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ 2 സൂപ്പാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ സൂപ്പാണ് നമ്മൾ കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൂപ്പാണ്, രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി പറഞ്ഞത്. അതിനകത്ത് ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊതിയൊക്കെയാണ് ആ സൂപ്പ് കുടിച്ചത്. ഇടയ്ക്ക് വായൊക്കെ പൊള്ളിയായിരുന്നു, ഇതേ കണ്ട. അപ്പം അങ്ങനെ നമ്മൾ സൂപ്പ് കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് മട്ടൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. കാര്യം 2 വെറൈറ്റി നമുക്ക് ട്രൈ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ മുട്ടയും കാര്യങ്ങളും പപ്പടവും ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിയും കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിക്കാം, എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ബിരിയാണീനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പൈസിയാണ്, നല്ല രസമാണ് കഴിക്കാനായിട്ട്. അതാണ് നമ്മുടെ ഈ ഒരു തലപ്പാക്കട്ടി ബിരിയാണിയുടെ പ്രത്യേകത. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ കൂടുതലും നമുക്ക് ട്രൈ ചെയ്യാൻ അവസരം കിട്ടണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ടൈമിൽ കഴിക്കാൻ തോന്നിയപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കഴിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ സലാഡും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. മട്ടൻ പീസാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. നമുക്ക് തൊടുമ്പോൾ തന്നെ വിട്ടുപോകുന്ന രീതിയിലാണ്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്, വളരെ സോഫ്റ്റ് ആയിരുന്നു. ഈ 2 ബിരിയാണിയിൽ ശരിക്കും ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറൈറ്റി ആയിട്ട് ബിരിയാണി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണിക്ക്. എങ്കിൽ പോലും ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഇവിടെ വരാവുന്നതാണ്.